മെത്തനോയ 18ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രതികൂല അനുഭവങ്ങൾക്കും നന്ദിയോ? എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ച ദൈവഹിതം. തെസ്സലോനിയ 1:5-18 ക്രിസ്തീയ പൂർണ്ണത പ്രാപിക്കാനുള്ള ഉറപ്പുള്ള മാർഗം ദൈവഹിതം നിറവേറ്റുകയാണ് എന്നതിൽ ആർക്കും തർക്കമില്ല. എന്നാൽ ദൈവഹിതം എന്താണെന്ന് പലർക്കും വ്യക്തമല്ല. ഇവിടെയാണ് മേൽപ്പറഞ്ഞ വചനം നമുക്ക് മാർഗദർശിയാകുന്നത്. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. എല്ലാ കാര്യത്തിലെന്ന് പറയുമ്പോൾ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിൽ ദൈവത്തിന് നന്ദി പറയണം എന്നാണ് അർത്ഥമാക്കുന്നത്. എന്തുകൊണ്ട് പ്രതികൂല അനുഭവങ്ങളെ പ്രതി ദൈവത്തിന് നന്ദി പറയണം? ഒന്നാമത്തെ കാരണം, അത് യഥാർത്ഥ ദൈവവിശ്വാസത്തിന്റെ ലക്ഷണമാണ്. ദൈവം പ്രകൃത്യ പരമനന്മയും അനന്ത സ്നേഹവുമായതിനാൽ നിരുപാധിക കൃതജ്ഞതയ്ക്ക് അർഹനാണ്. നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിലല്ല ദൈവം നന്ദിക്ക് അർഹനാകുന്നത്. രണ്ടാമത്തെ കാരണം, അത് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസത്തിന്റെ പ്രകാശനമാണ്. അതായത് ഇപ്പോൾ തിന്മയായിട്ടുള്ളവയാണെങ്കിലും ദൈവം അത് നന്മയാക്കി പരിണമിക്കുമെന്ന് റോമ 8:28 അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നു. മൂന്നാമത്തെ കാരണം, മുഴുവൻ ശരണവും ദൈവത്തിൽ മാത്രം വെക്കുന്നതിന്റെ തെളിവാണത്. ദൈവം ഇടപെടാനുള്ള ഒരു വാതിലായി അത് മാറിക്കൊള്ളും ഈ ആശ്രയം വെക്കൽ. നാലാമത്തെ കാരണം, ദൈവം പ്രവർത്തിക്കുന്നത് വരെ കാത്തിരിക്കാനുള്ള മനസ്സ് ദൈവത്തിന് മുമ്പിലുള്ള എളിമപ്പെടലാണ്. അതിനാൽ ദൈവം ആ വ്യക്തിയെ ഉയർത്തും. പത്രോസിന്റെ 1-5-6 അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അഞ്ചാമത്തെ കാരണം, പ്രതികൂല സാഹചര്യം ഉളവാക്കുന്ന സഹനം നമ്മുടെ വിശുദ്ധീകരണത്തിന് ഏറെ ഉപയോഗിക്കും. അതിനാൽ അത് രക്ഷാകരമാണ്. 2 കാര്യങ്ങൾക്ക് നാം ദൈവത്തിന് നന്ദി പറയണം. 1, ലഭിച്ച അനുഗ്രഹങ്ങൾക്ക്. 2, ലഭിക്കാത്ത അനുഗ്രഹങ്ങൾക്ക്. ദൈവത്തിന് സ്തുതി.